എടുക്ക്. ആ ദാ. ഒരു മുട്ട പൊറോട്ട. വാട്ടർ ആൻഡ് ഗ്ലാസ്. തണ്ണി അടിക്കാൻ വെള്ളവും ഗ്ലാസും കൊടുക്കരുതെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ഫാസ്റ്റ് പാർവതിക്ക് അത്ര ചങ്കുറ്റുണ്ടോ? ഫാസ്റ്റ് പാർവതി നിന്റെ തള്ള. ആ. ഒരു ഗ്ലാസ് വെള്ളം വേണം. മോഹി വെള്ളം ചോദിച്ച് കേട്ടില്ലേ? എന്താ കൊടുക്കാം? അപ്പൊ ആ മൊന്തമാക്കി വെള്ളം കൊടുക്കാം അല്ലേ? ആ കൊടുക്കും. കേട്ടോ പാർവതി, എന്റെ പേര് മോഹി എന്നല്ലേ, പിന്നെന്തിനാ ഇവൻ മൊന്തമോഹി എന്ന് വിളിക്കുന്നേ? കൈയും കാലും തന്നിരിക്കുന്നതേ നടക്കാനും തിന്നാനും മാത്രമല്ല, വേണ്ടി വന്നാൽ. വേണ്ട പാർവതി, ചുരുട്ടിയാൽ നീ അടിക്കും. ചക്കിക്കൊത്ത ചങ്കരൻ, അവളെ കെട്ടിക്കോടാ. സാരല്ല പാർവതി, അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് തന്നെ ഇഷ്ടമാ. എനിക്കത് ജോലി നോക്കടാ. ഓ വാ മോഹി, ഞാൻ പഠിപ്പിച്ചു തരാം. വേദനിച്ചോ? വല്ലാതെ എനിക്ക് വേദനിച്ചു. ആ ഇനി മോഹി ഇടിച്ചേ. എന്നെയല്ല, ഇതിലിടിച്ചു നോക്കിയേ. ആ ആ എന്താണോ ചേച്ചി കൈ നീട്ടുന്ന പോലെ നീട്ടിയാലേ നാട്ടുകാര് നിന്റെ കൈ പ്ലാസ്റ്ററിലിടും. മോഹിക്ക് എന്ത് പറ്റി? ഹേയ് ചുമ്മാ ഒരു ചായ. അങ്ങനെ ചുമ്മാതെ ചായ കുടിക്കണ്ട, കാശ് തന്നിട്ട് കുടിച്ചാൽ മതി. വേഗം ചായ എടുത്ത് കൊടുക്കടാ. എന്താ നിർത്തിക്കളഞ്ഞത്? വാർഷികത്തിൽ കളിക്കാൻ വേണ്ടി വെറുതെ പ്രാക്ടീസ് ചെയ്തതാ. ഇതൊക്കെ കാണുന്നത് എനിക്ക് എന്തൊരു സന്തോഷാ. അതൊക്കെ പോട്ടെ, എന്താ ഇന്നത്തെ സ്പെഷ്യല്? ആ നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ നൂഡിൽസ് ഇതിലുണ്ട്, എടുത്തു കഴിച്ചോ. കൊണ്ടുവന്ന് തന്നാ പോരാ, വിളമ്പി തരുകയും വേണം. ഏതായാലും ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ആ ചേച്ചി, പല്ലവിയുടെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? പരീക്ഷ ഫീസ് അടയ്ക്കുന്നതിന് 2000 രൂപ അയച്ചു കൊടുക്കണം അത്രേ. അതിനെന്താ, നാളെ തന്നെ അയച്ചോ. എനിക്ക് കിട്ടാത്ത പഠിപ്പ് നിങ്ങൾക്കെങ്കിലും കിട്ടട്ടെ. അടുത്ത ക്രിസ്മസ് വെക്കേഷന് അവക്ക് വരാൻ കഴിയില്ലെന്ന്. അതെന്താ? ഫൈനൽ ഇയർ ആയതുകൊണ്ട് അവക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അത്രേ. ആ എന്നാ സാരമില്ല.
എന്താ സുധീഷ് ഇത്? വാതിൽ തുറന്നെടുക്കുന്ന കാണാൻ പാടില്ലേ? ഉം. ഈ മുറിയെ പോലെ തുറന്ന മനസ്സാണ് എന്റേത്. പല്ലവിക്ക് വേണമെങ്കിൽ അടച്ചോളൂ. ഉം. എന്നെ താഴെ ഇരിക്കുന്നേ. യ്യോ, എനിക്ക് ബാത്റൂമിൽ ആ, പോണം. അയ്യയ്യയ്യ. ആ, എന്നാ പോ പോ, പോ. ആ ടവലൊന്നെടുത്തേ. എടുത്താ മതിയോ? തരണ്ടേ? എറിഞ്ഞു തന്നാ മതി. ഉം. എന്നാ. എന്റെ പല്ലവി ഇന്നു മുതല് അടിപൊളി ഡ്രസ്സേ ധരിക്കാവൂ. അയ്യോ, ഞങ്ങള് പാവപ്പെട്ടവരാ. ഓ, പാവപ്പെട്ടവരായതുകൊണ്ടായിരിക്കും നിങ്ങളുടെയൊക്കെ പേര് പായിൽ തുടങ്ങിയത്. മൂത്ത ചേച്ചി പാർവതി, അടുത്തത് പത്മിനി, ഇത് പല്ലവി. അപ്പോ സുധീഷ് സുന്ദരനായതുകൊണ്ടായിരിക്കും സൂവിൽ തുടങ്ങിയത്. ഛോ. ജോലിക്കാർ വന്നില്ലേ? ജോലിക്കാരല്ല, ഓഫീസർമാരാ. 9 മണിക്കേ വരൂ. അല്ല, മോഹി ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ലേ? എനിക്കത്ര പഠിപ്പൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയും രാഷ്ട്രീയക്കാരാ. കുറെ കഴിയുമ്പോ എന്നെ ഒരു MLA ആക്കും, പിന്നെ ഒരു മന്ത്രിയും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ MLA ആയാൽ ആദ്യം തന്നെ പാർവതിയുടെ ഫാസ്റ്റ് ഫുഡ് കട ഒരു 5 സ്റ്റാർ ഹോട്ടലാക്കും. പിന്നെ ആ ഹോട്ടലിലെ ആദ്യത്തെ ചടങ്ങ് നമ്മുടെ കല്യാണമായിരിക്കും. മോഹിയുടെ മോഹങ്ങൾ കൊള്ളാം. എന്റെ മോഹങ്ങൾ പൂവണിയും. പാർവതി നോക്കൂ.